Hey, what is up guys? Welcome back to my channel. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് സ്നാപ്സീഡ് ഉപയോഗിച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ നമ്മൾ മിക്ക സമയം കൊണ്ടുപോകാറില്ല. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും എടുക്കാനുള്ള സ്ഥലങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ കണ്ടാൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യും. സോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ സ്നാപ്സീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡിയോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് സ്നാപ്സീഡിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഞാനൊരു ഫോട്ടോ ഒക്കെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്നാപ്സീഡ് വളരെ ഫേമസ് ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്, ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. സോ ഓക്കെ, ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് ലുക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ കുറേ ലുക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പ്രീസെറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ബട്ട് ഞാനത് മിക്ക സമയം യൂസ് ചെയ്യാറില്ല. നമുക്ക് കസ്റ്റമായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് രീതിയിൽ ഉണ്ടാക്കാം. വേണ്ടി ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ടൂൾ ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഇമേജിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ആംബിയൻസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഇമേജിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്തു, കോൺട്രാസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്തു, കുറച്ച് സാച്ചുറേഷനും ഇൻക്രീസ് ചെയ്തു, 43. ഞാൻ ആംബിയൻസ് കുറച്ച് ഇൻക്രീസ് ചെയ്തു, കുറച്ച് മതി, ഒരു 10. ശേഷം ഹൈലൈറ്റ്സ് ഞാൻ ഡിക്രീസ് ചെയ്തു. ഹൈലൈറ്റ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഹൈലൈറ്റഡ് പോർഷൻ സ്കൈയിലൊക്കെ ഇച്ചിരി ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടിരിക്കുന്നതാണ്. ഞാൻ ഹൈലൈറ്റ്സ് കംപ്ലീറ്റ്ലി ഡിക്രീസ് ചെയ്തു. ശേഷം ഷാഡോസ് കുറച്ച് ഞാൻ ഡിക്രീസ് ചെയ്തു, ഇത്രയും വേണ്ട, -1, -3. വാംനെസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. പിന്നീട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ പറയാം ഭയങ്കര റെഡിഷാണ് ഫോട്ടോ, നമുക്ക് റെഡിയാക്കാം. ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശരിയായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ അൺഡു ഓപ്ഷൻ ടോപ്പിൽ പോയിട്ട് വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടുന്ന് ട്യൂൺ ഇമേജ് ക്ലിക്ക് ചെയ്ത് ആ ബ്രഷിൻ്റെ ഒരു സൈനുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് ട്യൂൺ ഇമേജിൻ്റെ അവിടെ 100 എന്ന് കാണാം. അത് ഡൗൺ ആരെ പ്രസ് ചെയ്യുമ്പോൾ 75 ആവും. 75 ആയ ശേഷം നമ്മുടെ ഒബ്ജക്റ്റ്, അതായത് ഇവിടെയുള്ള ഗേളിനെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഒന്ന് അവിടെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കൊടുത്ത എഫക്റ്റ് ഒക്കെ നമ്മൾ റബ്ബ് ചെയ്യുന്ന പോർഷനിൽ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ടൈം എടുത്ത് ചെറിയ രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇമേജ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളെ ഇതാണ് ബിഫോർ, ദിസ് ഈസ് ആഫ്റ്റർ, ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യുക. 25. That's enough. അടുത്തത് ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്ത് ടൂൾസിലേക്ക് പോയിട്ട് വൈറ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം റെഡ് കളർ പോകുന്നതാണ്, ഒരു -8. അപ്പോൾ ആ വാംനെസ് ഒരു റെഡ് കളർ നമുക്ക് പോയി കിട്ടുന്ന കാണാം. ടിക്ക് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കർവ്സ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട വരുന്നില്ല. വേണമെങ്കിൽ നമുക്കൊരു ചെറിയ എസ് കർവ് കൊടുക്കാം. ഓക്കെ, ചെറിയ രീതി എസ് കർവ് കൊടുത്തു, ടിക്ക് കൊടുക്കുക. അതിനുശേഷം ടൂൾസിലേക്ക് പോയിട്ട് ഇവിടെ സെലക്റ്റീവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടൂൺ ഇമേജ് ചെയ്ത ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് പോർഷൻസിൽ ഏതെങ്കിലുമൊക്കെ പോർഷൻസിൽ നമുക്ക് എന്തെങ്കിലും കളേഴ്സോ സാച്ചുറേഷനോ അതുപോലെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്റ്റീവ് കളർ ഉപയോഗിച്ച് സ്പെസിഫിക് പോർഷനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിയുമ്പം അങ്ങനെ കാര്യങ്ങൾ അതുകൊണ്ടുള്ള ഉപയോഗങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് സെലക്റ്റീവ് കളർ ഉപയോഗിച്ച് ഈ ഷാഡോ വരുന്ന ഭാഗത്ത് കണ്ടോ ബ്ലാക്ക് കളറിലെ, അവിടെ നമുക്ക് കുറച്ച് ഷാഡോസ് വല്ലതും ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ബ്രൈറ്റ്നസ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. അവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷനാണ്.
അത് നമ്മളിവിടെ ഒബ്ജക്റ്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് സെക്കൻഡ് ഒബ്ജക്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ബ്ലർ സ്ട്രെങ്ത് 100 ആക്കുക. ശേഷം വിഗ്നറ്റി നമുക്കതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുക ഇഷ്ടമുള്ളത്ര. ശേഷം ട്രാൻസിഷൻ 100 കൊടുക്കുക. എന്നിട്ട് ബ്ലർ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഞാനൊരു 13 കൊടുത്തു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യും. വിഗ്നറ്റി നമ്മൾ ഓൾറെഡി ലെൻസ് ബ്ലർ കൊടുത്താണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വിഗ്നറ്റി ആഡ് ചെയ്യാം. എന്നിട്ട് വിഗ്നറ്റി -100 ആക്കാം. അപ്പോൾ -100 ആക്കി സൈഡിൽ മുഴുവൻ ബ്ലാക്ക് വന്നിരിക്കുന്നത് കാണാം. ടിക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു ലുക്ക് സത്യം പറഞ്ഞാൽ വലിയധികം ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമുക്ക് അൺഡു ഓപ്ഷനിൽ പോയിട്ട് വ്യൂ എഡിറ്റ്സ് കൊടുത്ത ശേഷം വിഗ്നറ്റിയുടെ അവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 75 മാറ്റി 25 ആക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അതും ഓക്കെ. ഇനി ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈനലി നമ്മുടെ ഇമേജ് ഒന്നുകൂടെ ട്യൂൺ ചെയ്യുക. ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഇമേജ് കംപ്ലീറ്റ് ആകും. അതിന് ടൂൾസിൽ പോയിട്ട് ട്യൂൺ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇമേജ് അതനുസരിച്ച് ട്യൂൺ ചെയ്യാം. ഓക്കെ, ബ്രൈറ്റ്നെസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു, കുറച്ച് കോൺട്രാസ്റ്റും കുറച്ച് ഇൻക്രീസ് ചെയ്തു, സാച്ചുറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു, കുറച്ച് ആംബിയൻസും അല്പം ഇൻക്രീസ് ചെയ്തു. നമ്മൾ കാരണം ആദ്യം നമ്മൾ ചെയ്തതാണ്, പിന്നെ നമ്മൾ ഫൈനൽ ടച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഹൈലൈറ്റ്സ് ഞാൻ ഡിക്രീസ് ചെയ്തു, വേണ്ട. ഓക്കെ, ശേഷം ഷാഡോസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ബ്ലാക്ക് പോർഷനിൽ കിട്ടും. ഇതായിട്ട് ഷാർപ്നെസ് കുറച്ച് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. സോ നമ്മുടെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ സ്നാപ്സീഡ് ഉപയോഗിച്ച് പെട്ടെന്നൊരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാം. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വളരെ അൺസാച്ചുറേറ്റഡ് ആയിട്ട് കളേഴ്സ് ഒന്നും നല്ല രീതിയിൽ പോപ്പപ്ഡ് അല്ല, ഒരു രസമില്ലാത്തൊരു ഇമേജാണ്. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇമേജ് ഇങ്ങനെ ഇരിപ്പുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് കാര്യം കൂടെ ഉള്ളത്, ലൈറ്റ് റൂമും സ്നാപ്സീഡുമാണ് ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. ലൈറ്റ് റൂം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമേജ് കളർ ചെയ്യാനാണ്. സാധാരണ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ലൈറ്റ് റൂം, നമ്മൾ ഇമേജ് കളർ ചെയ്യാൻ. ഇത് ഏകദേശം ഒരു ഫോട്ടോ എഡിറ്റിങ്ങും പിന്നെ ചെറിയ മാനിപ്പുലേഷൻ പരിപാടിയൊക്കെ നടക്കും. വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, പിന്നെ ബൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതേപോലെ ബ്ലർ ചെയ്യാം. പക്ഷേ ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ലൈറ്റ് റൂമിൽ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ലൈറ്റ് റൂമിൽ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും, കാരണം കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രീസെറ്റ്സ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് നമുക്ക് എഡിറ്റിങ് പരിപാടിയൊക്കെ നടക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അറിയാൻ തോന്നുന്നു. എനിവേ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.